നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ടുള്ള ഒരു ഭാഗത്ത് കേന്ദ്രീകരിക്കുന്ന ഫാറ്റ് കുറക്കുവാൻ കഴിയുമോ എന്നുള്ളത് ഒരുപാട് കാലം ഡിബേറ്റ് ചെയ്യപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഒരിക്കലും കഴിയില്ല എന്നാണ് ശാസ്ത്രം പറയുന്നത്. എന്ന് വെച്ചാൽ വയറിലെ കൊഴുപ്പ് മാത്രം കുറയുവാനുള്ള പ്രത്യേക എക്സസൈസുകളൊന്നുമില്ല. പക്ഷേ നമുക്കൊരു പ്രത്യേക ഭാഗത്തുള്ള മസിലിൻ്റെ തിക്നെസ് വർദ്ധിപ്പിക്കുവാൻ പറ്റും. അബ്ഡോമിനൽ മസിൽ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസുകളുണ്ട്. അതിനർത്ഥം അവിടെയുള്ള ഫാറ്റ് കുറയും എന്നുള്ളതല്ല. അതുപോലെ തന്നെ ഓരോ ബോഡി പാർട്ടിനും പ്രത്യേകം മസിൽ ഗ്രോത്തിനുള്ള എക്സസൈസുകൾ ലഭ്യമാണ്. അതിൻ്റെ അർത്ഥം അവിടെ മസിൽ വർദ്ധിക്കുമ്പോൾ അവിടെയുള്ള കൊഴുപ്പ് കുറഞ്ഞു പോകുന്നു എന്നുള്ളതല്ല. എങ്കിലും ആദ്യമായിട്ട് എക്സസൈസ് ചെയ്യുന്ന ആൾ ഏറ്റവും നല്ലത് അബ്ഡോമിനൽ മസിലുകൾ, കോർ മസിലുകൾ ഇത് സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ്. അതിന് കാരണം അങ്ങനെ കോർ മസിൽ സ്ട്രെങ്തൻ ചെയ്തിട്ട് ബാക്കിയുള്ള മസിൽ ഗ്രൂപ്പുകൾക്ക് എക്സസൈസ് ചെയ്യുമ്പോൾ എത്രയും പെട്ടെന്ന് അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മാത്രമല്ല കോർ മസിൽ സ്ട്രെങ്ത് വർദ്ധിച്ച സാഹചര്യത്തിൽ വർക്കൗട്ടിനോടുള്ള താല്പര്യം വർദ്ധിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ആദ്യമായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആളുകൾ ഒരുവിധം കാർഡിയോ ചെയ്ത് ഫാറ്റ് കുറച്ച ശേഷം കൂടുതൽ വർക്കൗട്ടുകൾ കോർ മസിൽ കേന്ദ്രീകരിച്ച് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം ശരീരം പാകപ്പെട്ട ശേഷം മറ്റുള്ള മസിൽ ഗ്രൂപ്പുകളുടെ അതേ പ്രാധാന്യം കോർ മസിലിന് കൊടുത്താൽ മതി. തുടക്കക്കാർക്ക് എന്നുള്ളതല്ല, വർക്കൗട്ടുകൾ തുടങ്ങി കുറച്ച് കഴിഞ്ഞതിന് ശേഷം ശരീരം പാകപ്പെട്ടു എന്ന് തോന്നുമ്പോൾ കോർ മസിൽ ഒന്നുകൂടെ സ്ട്രെങ്തൻ ചെയ്യുക. അതിനുശേഷം ഒരുപോലെ യൂണിഫോം ആയിട്ട് എല്ലാ ശരീരഭാഗങ്ങളും ഒരുപോലെ എക്സസൈസ് ചെയ്ത് മുന്നോട്ട് പോവുക.